Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In this lecture, we will be discussing about quality control. So in the second module, we have been discussing about production management and the various functions related to managing a production activity. Today, we will be learning what is quality control. Quality control may be defined as a system that is used to maintain a desired level of quality in a product or service. It is a systematic control of various factors that affect the quality of the product. ഇപ്പോൾ പ്രൊഡക്ഷൻ മാനേജ്മെൻ്റ് അകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ് ക്വാളിറ്റി കൺട്രോൾ എന്നുള്ളത്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ഗുഡ്സിൻ്റെയോ സർവീസിലോ ഉണ്ടാകുന്ന ക്വാളിറ്റി, നമ്മുടെ ഡിസൈഡ് ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ആയിരിക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ സർവീസിൽ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ക്വാളിറ്റി കൺട്രോളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ സിസ്റ്റമാറ്റിക് കൺട്രോൾ ഓഫ് വേരിയസ് ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ദ ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്റ്റ്. നമ്മുടെ ആ ഒരു പ്രോഡക്റ്റ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ ക്വാളിറ്റി എഫക്ട് ചെയ്യുന്ന പല ഫാക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. Quality control aims at prevention of defects at the source, relies on effective feedback system and corrective action procedure. ഇപ്പോൾ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് പ്രിവെൻഷൻ, നമ്മൾ പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിൽ ഉണ്ടാകുന്ന ഡിഫക്ട്സിനെ ആ സോഴ്സിൽ നിന്ന് തന്നെ ഡിറ്റക്റ്റ് അതിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ കൊണ്ട് എയിം ചെയ്യുന്നത്. നമ്മുടെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിൽ ഉണ്ടാകുന്ന ഡിഫക്ട്സ്, നമ്മുടെ പ്ലാനിൽ നിന്നും ഡീവിയേഷൻ ഉണ്ടാകുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് കണ്ടെത്തി അതിനെ കൃത്യമായിട്ട് റെക്ടിഫൈ ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ക്വാളിറ്റി കൺട്രോൾ കൊണ്ട് നമ്മൾ എയിം ചെയ്യുന്നത്. It is the entire collection of activities which ensure that the operation will produce the optimum quality product at minimum cost. നമ്മുടെ ഒരു ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് വിച്ച് എൻഷ്യൂർ എ ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് അറ്റ് മിനിമം കോസ്റ്റ്. മിനിമം കോസ്റ്റിൽ ഹൈ ഒപ്റ്റിമം ക്വാളിറ്റി പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Next, let us look into the main objectives of quality control. First, to improve the company's income by making production more acceptable to the customers. That is, providing long life, greater usefulness and maintainability. ഇപ്പോൾ ക്വാളിറ്റി കൺട്രോളിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആണ് കമ്പനിയുടെ ഇൻകം വർദ്ധിപ്പിക്കുക. എങ്ങനെയാണ് കമ്പനിയുടെ ഇൻകം വർദ്ധിപ്പിക്കുന്നത്? നമ്മൾ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സും സർവീസും കസ്റ്റമേഴ്സിന് കൂടുതലായിട്ട് അക്സെപ്റ്റബിൾ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ നമ്മുടെ ഗുഡ്സോ സർവീസോ കൺസ്യൂം ചെയ്യുന്ന രീതിയിലേക്ക് കമ്പനിയെ കൊണ്ടുവരിക. എങ്ങനെയാണ്? ബൈ പ്രൊവൈഡിങ് ലോങ് ലൈഫ്, ഗ്രേറ്റർ യൂസ്ഫുൾനെസ്, മെയിൻറ്റെയിനബിലിറ്റി എക്സെട്ര. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്ട്സ് അല്ലെങ്കിൽ സർവീസിന് ലോങ് ലൈഫും ഗ്രേറ്റർ യൂസ്ഫുൾനെസ്സും നല്ല മെയിൻറ്റെയിനബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് നമുക്കൊരു കസ്റ്റമർ ബേസ് ഉണ്ടാവും, നമുക്ക് കൂടുതലായിട്ട് കസ്റ്റമർ അക്സെപ്റ്റബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഇതുവഴി കമ്പനിയുടെ ഇൻകം വർദ്ധിപ്പിക്കുകയാണ് ക്വാളിറ്റി കൺട്രോളിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. സെക്കൻഡ്, ടു റെഡ്യൂസ് കമ്പനീസ് കോസ്റ്റ് ത്രൂ റിഡക്ഷൻ ഓഫ് ലോസസ് ഡ്യൂ ടു ഡിഫക്ട്സ്. നമ്മുടെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ആകുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഡിഫക്ട്സ് കൊണ്ട് നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ ഒരു ക്വാളിറ്റി കൺട്രോൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഡിഫക്ട്സിനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ റെക്ടിഫൈ ചെയ്യുന്നത് വഴി നമ്മുടെ കമ്പനിയുടെ നഷ്ടങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ്. കമ്പനിയിൽ ഉണ്ടാകുന്ന ഡിഫക്ട്സ് മൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങളെ റെക്ടിഫൈ ചെയ്യുകയാണ് ക്വാളിറ്റി കൺട്രോളിൻ്റെ സെക്കൻഡ് ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ്, ടു പ്രൊവൈഡ് ഒപ്റ്റിമൽ ക്വാളിറ്റി അറ്റ് റെഡ്യൂസ് പ്രൈസ്. കുറഞ്ഞ വിലയ്ക്ക് നല്ല ഒപ്റ്റിമം ക്വാളിറ്റി, ആ വിലയുടെ അനുസരിച്ചുള്ള ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുകയാണ് ക്വാളിറ്റി കൺട്രോൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ടു എൻഷ്യൂർ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കസ്റ്റമേഴ്സ് വിത്ത് പ്രോഡക്റ്റ് ഓർ സർവീസ് ഓഫ് ഹൈ ക്വാളിറ്റി, ടു ബിൽഡ് കസ്റ്റമർ ഗുഡ് വിൽ, കോൺഫിഡൻസ് ആൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് മാനുഫാക്ചറേഴ്സ്. ഒരു ക്വാളിറ്റി കൺട്രോൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ഓർ സർവീസ് അറ്റ് ഹൈ ക്വാളിറ്റി, കസ്റ്റമറിന് അതുവഴി കമ്പനിക്ക് ഒരു ഗുഡ് വില്ല് ബിൽഡ് ചെയ്യാൻ പറ്റണം, കസ്റ്റമറിന് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് വേണം, നമ്മുടെ മൊത്തത്തിൽ കമ്പനിക്ക് ഒരു നല്ല റെപ്യൂട്ടേഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇതുവഴി ലോങ് റണ്ണിൽ നമുക്ക് നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, to make inspection prompt to ensure quality control. കൃത്യമായ ക്വാളിറ്റി കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കൃത്യമായ ഇൻസ്പെക്ഷൻസ് വേണം. കൃത്യമായ ഇടവേളകളിൽ നമ്മൾ ക്വാളിറ്റി കൺട്രോളിങ് ആൻഡ് ഡയറക്റ്റിംഗ്, ഈ രണ്ട് ഫംഗ്ഷൻസ് കൃത്യമായി നടന്നാൽ മാത്രമേ നമുക്ക് ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ കൃത്യമായ ഇൻസ്പെക്ഷൻസ് കണ്ടക്ട് ചെയ്യുകയാണ് ക്വാളിറ്റി കൺട്രോളിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവ്.
To check the variation during manufacturing. Variation check ചെയ്യുക. വേരിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മൾ സ്റ്റാൻഡേർഡൈസേഷൻ പഠിച്ചായിരുന്നു. കൃത്യമായ സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്യും. ആ സ്റ്റാൻഡേർഡിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ എന്താണോ ആ പ്ലാനിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് വേരിയേഷൻ എന്ന് പറയുക. അപ്പോൾ ടു ചെക്ക് ദ വേരിയേഷൻ ഡ്യൂറിങ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് ക്വാളിറ്റി കൺട്രോളിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവാണ്. മാനുഫാക്ചർ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അല്ല നമ്മുടെ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി നടക്കുന്നെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനാവശ്യമായ ചേഞ്ചസ് വരുത്തി അതിനെ റെക്ടിഫൈ ചെയ്യുകയാണ് ക്വാളിറ്റി കൺട്രോൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇതാണ് ക്വാളിറ്റി കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സ്. മെയിൻ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ക്വാളിറ്റി പ്രോഡക്റ്റ് അറ്റ് റെഡ്യൂസ് പ്രൈസ്, അതിലൂടെ നല്ലൊരു ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യുക, അതിലൂടെ കമ്പനിയുടെ ഇൻകം വർദ്ധിപ്പിക്കുക, നല്ലൊരു കസ്റ്റമർ ബേസ് ക്രിയേറ്റ് ചെയ്യുന്ന വഴി കമ്പനിക്ക് ഫ്യൂച്ചറിൽ ലോങ് റണ്ണിൽ നല്ലൊരു ഇൻകം ഏൺ ചെയ്യുന്ന നിലയിലേക്ക് കമ്പനിയെ കൊണ്ടുവരിക എന്നുള്ളതാണ് ക്വാളിറ്റി കൺട്രോൾ കൊണ്ട് നമ്മളുള്ള ഒബ്ജക്റ്റീവ്സ്. Another term related to quality control of goods and services is Total Quality Management, TQM. It can be defined as an integrated management philosophy and set of practices that emphasize continuous improvement, meeting customer requirements, reducing rework, long-range thinking, increasing employee involvement and teamwork, process redesign, competitive benchmarking, team-based problem resolving, continuous measurement of results, and closure relationship with suppliers. അപ്പോൾ ക്വാളിറ്റി കൺട്രോളുമായിട്ട് റിലേറ്റ് ചെയ്തൊരു മറ്റൊരു ടേമാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. നമ്മുടെ ആ ഒരു ഫേമിൻ്റെ കംപ്ലീറ്റ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോളിംഗ് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു സെറ്റ് ഓഫ് ഫിലോസഫീസ് ആൻഡ് പ്രാക്ടീസസ് ദാറ്റ് എംഫസിസ് ഫോളോയിങ് ഫാക്ടേഴ്സ്. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്, നമ്മുടെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ കൃത്യമായി ഡിഫക്ട്സ് കണ്ടെത്തി അതിൽ നിന്നുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക, മീറ്റിംഗ് കസ്റ്റമർ റിക്വയർമെൻറ്റ്സ്, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് മനസ്സിലാക്കി അതനുസരിച്ച് ക്വാളിറ്റി കൺട്രോളിംഗ് മെഷേഴ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ അതനുസരിച്ച് ചേഞ്ച് വരുത്തുക, റെഡ്യൂസിങ് റീവർക്ക്, നമ്മുടെ ഡിഫക്ട്സ് കൊണ്ടുണ്ടാകുന്ന റീവർക്കുകൾ, നമ്മുടെ ഡിഫക്റ്റ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ ആ മാനുഫാക്ചറിങ് പ്രോസസ്സ് അതേപോലെ തന്നെ പോകും, അല്ലെങ്കിൽ നമ്മളത് വീണ്ടും റീവർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ കൃത്യമായിട്ട് ഡിഫക്ട്സ് കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് റീവർക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ലോങ് റേഞ്ച് തിങ്കിങ്, ഒരു ഫ്യൂച്ചറിലേക്ക് ലോങ് പീരീഡിലേക്ക് മുൻകൂട്ടി ചിന്തിച്ചുകൊണ്ട് എന്തൊക്കെയാണ് കസ്റ്റമർ നീഡ്സ് ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്ന ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് അതനുസരിച്ചുള്ള ക്വാളിറ്റി കൺട്രോളിംഗ് മെഷേഴ്സ് കൊണ്ടുവരിക. ഇൻക്രീസിങ് എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ് ആൻഡ് ടീം വർക്ക്, എംപ്ലോയിയുടെ സജഷൻസും അവരെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ടീം വർക്ക് ബിൽഡപ്പ് ചെയ്യാത്തത്, ആ ഒരു ടീം വർക്കിൻ്റെ എഫേർട്ട് കൊണ്ട് പ്രോഡക്റ്റിൻ്റെ സർവീസിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. പ്രോസസ് റീഡിസൈൻ, നമ്മുടെ പ്രോസസ്സിൻ്റെ ക്വാളിറ്റി റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് കൃത്യമായിട്ട് റീഡിസൈൻ ചെയ്യുക. കോമ്പറ്റേറ്റീവ് ബെഞ്ച് മാർക്കിംഗ്, കൃത്യമായിട്ടുള്ള നമ്മുടെ ക്വാളിറ്റിക്കുള്ളൊരു ബെഞ്ച് മാർക്കിംഗ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് അതിലേക്കായിട്ടുള്ള ഹൈ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കൃത്യമായ ബെഞ്ച് മാർക്കിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുക. ടീം ബേസ്ഡ് പ്രോബ്ലം സോൾവിങ്, ആ ടീം വർക്ക്, ആ ഫുൾ ഓർഗനൈസേഷൻ്റെ ടീമായിട്ട് നിന്നുകൊണ്ട് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള വർക്ക്സ് ചെയ്യുക. കണ്ടിന്യൂസ് മെഷർമെൻറ്റ് ഓഫ് റിസൾട്ട്സ്, നമ്മുടെ ക്വാളിറ്റി കൺട്രോളിങ്ങിൻ്റെ ഔട്ട്പുട്ട് കൃത്യമായിട്ട് മെഷർ ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. ആൻഡ് ക്ലോസർ റിലേഷൻഷിപ്പ് വിത്ത് സപ്ലയേഴ്സുമായിട്ട് കൃത്യമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, എന്നാൽ മാത്രമേ കൃത്യമായിട്ട് ഫീഡ്ബാക്കും കസ്റ്റമറുടെ നീഡ്സും സാറ്റിസ്ഫാക്ഷനും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ടോട്ടൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് അറ്റ് ലോവർ പ്രൈസ് എന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് ഫിലോസഫിയാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. A firm adopting TQM organizes production and business process in such a way as to identify and eliminate problems or source of variation that can cause the product to deviate from customer needs. To achieve this, manager often follow a simple method known as Deming Wheel or PDCA cycle. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഫേമിൻ്റെ അവർ അഡോപ്റ്റ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഡേമിംഗ് വീൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ലൂപ്പാണ്. കൃത്യമായിട്ടുള്ള ഡിഫക്ട്സ് കണ്ടെത്തി അതിനാവശ്യമായിട്ടുള്ള ചേഞ്ചസ് എംപ്ലോയീസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഉണ്ടാകുന്ന ഡിഫക്ട്സ് കണ്ടെത്തി അതിനെ ഓവർകം ചെയ്യുന്നൊരു മെത്തേഡാണ് ഡേമിംഗ് വീൽ ഓർ PDCA cycle. The first step is plan. It is aimed at improving operations and processes. Requires establishing the problems, finding what is going wrong, their extent, their cause, and developing ideas to eliminate them.
അപ്പോൾ PDCA സൈക്കിളിലെ ഫസ്റ്റ് ഫേസ് ആണ് പ്ലാനിങ് ഫേസ്. അതായത് ആ ഓപ്പറേഷൻസിൽ ഉണ്ടാകുന്ന ഡിഫക്ട്സിനെ കൃത്യമായിട്ട് എന്താണ് പ്രോബ്ലം എന്ന് കൃത്യമായിട്ട് കണ്ടെത്തി അത് എത്രത്തോളം അതിൻ്റെ വ്യാപ്തി ഉണ്ട്, ആ പ്രശ്നത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട്, എന്തുകൊണ്ടാണ് ആ പ്രോബ്ലം ഉണ്ടായത്, എങ്ങനെ നമ്മൾ ഇതിനെ ഓവർകം ചെയ്യാമെന്നുള്ള ഐഡിയ ഡെവലപ്പ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഫേസിൽ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ പ്ലാൻ ഫേസിൽ കണ്ടുപിടിക്കുക. ഐഡൻറ്റിഫൈയിങ് വാട്ട് ഈസ് റോങ്, their extent, their cost, and developing idea to eliminate them. In the second step, the identified solution are tested on a small scale, thus minimizing disruption to routine activities. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്ലാനിങ് സ്റ്റേജിൽ എന്താണ് തെറ്റ് അല്ലെങ്കിൽ എന്താണ് മിസ്റ്റേക്സ് ഉണ്ടാകുന്നത് കണ്ടെത്തി അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തി. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് ഈ കണ്ടെത്തിയ സൊല്യൂഷൻ ഒരു സ്മോൾ സാമ്പിൾ മൊത്തത്തിൽ നമ്മുടെ പ്രൊഡക്ഷനിലേക്ക് മൊത്തത്തിൽ ചേഞ്ച് വരുത്താതെ ചെറിയൊരു സാമ്പിൾ നമ്മൾ ചേഞ്ച് വരുത്തി നോക്കുന്നു. അങ്ങനെ നമ്മുടെ കണ്ടെത്തിയ സൊല്യൂഷനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുകയാണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ ചെയ്യുന്നത്. ഒരു സ്മോൾ സാമ്പിൾ എടുത്ത് അതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുന്നു. തേർഡ് സ്റ്റേജ് is check. The testing activity requires identifying control indicators for key activities to establish the quality of the output and identifying any new problems arising from the change. അതായത് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ചെക്കിംഗ് ആണ്. നമ്മുടെ ഔട്ട്പുട്ട് മെഷർ ചെയ്യാനുള്ള കൃത്യമായിട്ട് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക. അതുവഴി നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഔട്ട്പുട്ടിൽ നിന്നും ഇനി എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും. നമ്മൾ ഫസ്റ്റ് ഒരു പ്രോബ്ലം ഉണ്ടായത് ഡിറ്റക്ട് ചെയ്തു, അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി, അത് ഒരു സ്മോൾ സാമ്പിൾ എടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തു. എന്നിട്ട് ഇനി നമ്മൾ വലിയതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ അത് ചെക്ക് ചെയ്യാനായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യം ചെക്ക് ചെയ്യാനായിട്ട് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു. അതാകുമ്പോൾ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് അല്ലെങ്കിൽ ഫർദർ പ്രോബ്ലംസ് മനസ്സിലാക്കാനായിട്ട് ഒരു സ്റ്റാൻഡേർഡും സെറ്റ് ചെയ്തു. ആൻഡ് ഫൈനലി ആക്ട്. In the last phase, successful changes in the activities and process are implemented on the large scale. If the test is unsuccessful, the group involved in the study must repeat the cycle. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആ ടെസ്റ്റിംഗ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത ചേഞ്ച് കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടായെങ്കിൽ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. നമ്മൾ നേരത്തെ ഒരു ചെറിയ സാമ്പിളിൽ മാത്രമായിരുന്നു നമ്മൾ ആ ചേഞ്ചസ് വരുത്തിയത് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ആ സാമ്പിളിൽ ചേഞ്ച് വരുത്തി അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുമ്പോൾ അത് നമ്മൾ ഉദ്ദേശ രീതിയിലുള്ള ഫലം ഉണ്ടായെങ്കിൽ അത് മൊത്തത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ലാസ്റ്റ് സ്റ്റേജിൽ ചെയ്യുന്നത്. നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ് പ്രോസസ്സ് ഒന്നുകൂടെ പ്ലാൻ ഡു ചെക്ക് എന്നുള്ള കംപ്ലീറ്റ് പ്രോസസ്സ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനൊരു സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ ആ പ്രോബ്ലത്തിനെ കണ്ടെത്തി അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി അതിനൊരു സ്മോൾ സാമ്പിളിൽ ചെക്ക് ചെയ്ത് ഔട്ട്പുട്ട് ഓക്കെ ആണെങ്കിൽ അതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനൊരു സൈക്കിൾ എന്ന് പറയുന്നത്. ഡീമിംഗ് വീൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സൈക്ലിക് പ്രോസസ്സ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്വാളിറ്റി കൺട്രോളിങ്ങിനെ കുറിച്ചാണ് പഠിച്ചത്. അതിൻ്റെ അകത്ത് തന്നെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്താണെന്ന് കണ്ടു, ഡീമിംഗ് വീൽ അല്ലെങ്കിൽ PDCA സൈക്കിൾ എന്താണെന്നും കണ്ടു. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അസൈൻമെൻ്റ് ആണ് തന്നിരിക്കുന്നത്. 3 ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഡു യു മീൻ ബൈ ക്വാളിറ്റി കൺട്രോൾ, ഡിഫൈൻ TQM ആൻഡ് എക്സ്പ്ലെയിൻ ഡീമിംഗ് വീൽ. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.